വീട്ടിൽ വെണ്ടയ്ക്ക ഇരിപ്പുണ്ടോ? എങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെൽക്കം ടു JUBY'S ഫ്യൂഷൻ. എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് 2 തക്കാളി, 1 ക്യാരറ്റ്, കുറച്ച് വെണ്ടയ്ക്ക, ഒരു വലിയ സവാള, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് മുഴുവൻ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഈ സ്ഥലത്ത് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലതുപോലെ യോജിച്ച് വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിലും കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ചെന്ന് വീഡിയോസിൻ്റെ സെക്ഷനിൽ ചെന്ന് കാണുക. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇവിടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1-1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ. 2 ടീസ്പൂൺ നമുക്ക് കപ്പലണ്ടിയുടെ പൊടിയാണിത്. കപ്പലണ്ടി വറുത്തിട്ട് പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് വേറൊരു ടേസ്റ്റാണ് ഇതിന്. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മതിയാവും. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ് ചേർക്കുമ്പം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട. പക്ഷേ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനി ഈ കറിയുടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അരച്ചെടുക്കാൻ പോകണം. നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മളിത് 1 സ്പൂണോളം ചെറിയ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ജാറിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്കതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതുവരെ ഞാൻ തീ നിർത്തിയിട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തൈര് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. വലിയ പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പോളം ചേർക്കാം. പുളിയുള്ളതാണെങ്കിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്കും കൂടെ ചേർത്ത് കൊടുക്കാം. തിള വന്നിട്ടുണ്ട്. നമുക്ക് ആ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ കറിയുടെ ഒപ്പം യോജിച്ച് വരട്ടെ. നമ്മൾ ആദ്യം വെണ്ടയ്ക്ക എന്നാത്ര വറുത്തെന്നറിയാമോ? ആ വെണ്ടയ്ക്കയുടെ ആ സ്റ്റിക്കിനെസ് അല്ലേ, ഒട്ടലില്ലേ, പശ പോലെ വരുന്നത്, അതങ്ങനെ അധികം വരാതിരിക്കാനാണ്. ഇപ്പോൾ അതങ്ങനെ കാണത്തില്ല. നല്ല ടേസ്റ്റിയുമാണ്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
5 മിനിറ്റിന് ശേഷം ഇതാ വന്നിട്ടുണ്ട്. കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.